സിൽവർ കളിക്കുന്നതിനടുത്ത് അയാളോ പിന്നെ ആ കളിക്കുന്നതിന് പരിധിയില്ല കളിയാക്കുന്നതിന് ആൾക്കാരെ. ക്ലോസ് വൈറ്റ് ട്രോൾസ് ക്ലോസ്. ഓ ഇമേജ് ഒക്കെ വന്നു കേട്ടാ പുതിയ ഗെയിമർ. ഇതെന്താ പുള്ളിക്ക് ഇത്ര ധൃതി? എന്താ സാവധാനത്തിൽ ചെയ്താ പോരെ? അത് നോക്കിയാണ് നീ അത് കണ്ട? പുതിയ ഓസ് എടുത്താ പുതിയ ഓസ് പൊട്ടിച്ചത് നോക്കി എങ്ങനെയാണെന്ന് നോക്കിക്കോളെ. അടിച്ചടിച്ചളിയാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടാ அழகிய புண்ண நீதானே எல்லாம் முருகன் ஒருவருக்கு நீ நதி போல பண்றது என்று வேர்வைக்குமே வேர்வைக்குமே உள்ளத்தில் உனக்குமே ഇങ്ങനെയൊക്കെ വെച്ചാ വയറ് മൊത്തു. അടിയ ഓ സർവീസ് സെന്റർ ആണ് ഇത്. സർവീസ് സെന്ററാ? സർവീസ് സെന്റർ അതന്നെ, ഗ്യാസിന്റെ ആ സർവീസ് സെന്റർ. അത് എങ്ങനെ മനസ്സിലായി? ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞേട്ടാ നോക്കോളെ. ഇല്ല ഇല്ല അയ്യോ എന്തൊക്കെ സാധനങ്ങൾ ഇറക്കി വിടണല്ലേ. 2 ഇഡലി ഒരു പൂരി. അതെ 2 ഇഡലി ഒരു പൂരി. അതെ 2 ഇഡലി കഴിക്കുന്നുണ്ടോ? വായ അടച്ചു വെച്ചാ എങ്ങനെ ചേട്ടാ കഴിക്കുന്നേ? ഇത് ഞാൻ സംസാരിക്കുന്ന ഇരിക്കുന്നളിയ. അല്ല അത്രയ്ക്ക് എന്തായാലും വൃത്തിയിടില്ലടാ. അണ്ണാ എന്റെ അനിയന്റെ പുതിയ സോങ് ആണ്, ഫുൾ സ്പോട്ടിഫൈയിലുണ്ട്. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല രസമുണ്ടോ? സീരിയസ് ആയിട്ട് നല്ല രസം, നല്ല ക്വാളിറ്റി ചെയ്തേക്കണേ. പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര അടിപൊളി ഗൈസ്. നമ്മുടെ ഇവിടെ ഇപ്പൊ കുറെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഗൈസ്. കുറച്ച് നല്ല പ്രൊണൗൺസിയേഷൻ ഒക്കെ ഉള്ള ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ചെയ്യണ കുറെ ആൾക്കാര്. നമ്മളൊക്കെ ഇംഗ്ലീഷ് പാട്ട് പാടിയ ബേബി ടെൽ മീ ക്ലാസ് ആർ ഇൻ ദ ബാക്ക് സീറ്റ് ഓഫ് ദ റാവർ ക്യാൻ ഐ ടായോ ബാക്ക് സീറ്റ് ഓൺ മൈ റാവർ. ഇങ്ങനെയാണ് നമ്മളൊക്കെ ഇംഗ്ലീഷ് പാട്ട് പാടുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് പാട്ടിന്റെ കൂടെ പാടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കിടിലോ ആണെന്ന്. നിങ്ങൾ വേറെ ആരുടെയും ഫോണിലൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം ഇംഗ്ലീഷ് പാട്ട് പാടുമ്പോൾ നിങ്ങൾ കൂടെ എന്തോ പാടുന്നതെന്ന്. എന്നിട്ട് അതൊന്ന് പിന്നീട് കേട്ടു നോക്കണം. കേട്ടു നോക്കുമ്പോ പിന്നെ നീ ഒന്നും പാടൂല. അതാണ് ഞാൻ വേറൊരാളുടെ ഫോണിൽ ജസ്റ്റ് ചുമ്മാ അങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കണം ഇംഗ്ലീഷ് പാട്ട് കൂടെ എന്തോ പാടുന്നത്. നിന്റെ അച്ഛൻ റെക്കോർഡ് ചെയ്ത് ഇതവനല്ലേ കുട്ടപ്പനല്ലേ? കുട്ടപ്പൻ. അതെ കുട്ടപ്പൻ നൈസറാ. ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നമായിരുന്നു. രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചു തന്നെയാ.
എന്നിട്ട് ഞാൻ അയാളോട് നല്ലത് പറഞ്ഞപ്പോ എന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? പ്രഗ്നന്റ്. ഇതെന്റെ കൊച്ചൊന്നുമല്ല. ശോഭ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ അതിന്റെ ഷാജി. പട്ടി മോളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷാജിയാണ് മോളെ. ഞാൻ ഇതെല്ലാം സോൾവ് ചെയ്തോളാം. ഒരു കളി കളിച്ചാൽ തീരാവുന്ന പ്രശ്നം നമുക്കുള്ളൂ. അയ്യാ, മോളെ, ഞാൻ ലുഡോനെ കളിക്കാൻ മോളോടല്ലേ ഗർഭിണി. എന്റെ ബാഗ് ഇങ്ങനെയാണോ? അത് പടം കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ കേസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറയല്ലോ. നല്ല ഫിലിം. കണ്ടായി പടം? ഓ കണ്ട് പടക്കളം ഞാനും നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് അരുൺ ബ്രോയെ സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷം. ആള് നമ്മുടെ നാട്ടുകാരനാ. പുള്ളിയെ അത് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് എനിക്ക് ഒരു വലിയൊരു സന്തോഷമുള്ളായിരുന്നു. ഞാൻ നേരെ വിളിച്ചു പടം കണ്ടപ്പോഴേ വിളിച്ചു പറഞ്ഞായിരുന്നു. പടം കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്ക് കേസ്. നല്ല പടമാണ്, നല്ല പടമാണ്. ഈസി ഗെയിം ആയിരുന്നു. അല്ലേ എനിക്ക് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ ഗൈസ്. നമ്മൾ ഈ ഗെയിം വെറുതെ കീരി എവിടെന്നോ തപ്പി പിടിച്ചോണ്ട് വന്ന് കളിച്ചതാണ് ഈ ഗെയിം. ഈ ഗെയിമിന്റെ സ്ട്രീമിന് ശേഷം ഇൻസ്റ്റഗ്രാമില് ഇത് മൊത്തം ഇത് തന്നെയായിരുന്നു. അത് ഞാൻ കളിക്കണതല്ല, ആരൊക്കെയോ കളിക്കണേ. റാൻഡം ആൾക്കാർ കളിക്കണത് ട്രെൻഡിങ് ആയി. അത് ഷംനാഥ് ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇറങ്ങിയല്ലേ? ഇതിന്റെ കുറെ ഉണ്ടോ, ഏതൊക്കെയോ മോഡലുണ്ട് ഇതിന്റെ ഗെയിംസ്. ഭയങ്കര ഹാപ്പിനെസ് ഗെയിം കളിക്കുമ്പോ, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. നിങ്ങളെ കണ്ടതല്ലേ സ്ട്രീമിൽ തന്നെ. ഗൂഗിൾ ഗെയിമിംഗ് റിലീഫ് സ്ട്രെസ്. സത്യം. ആർ യു ഷുവർ? ഏത് തൊട്ടാലും പൈസ. എടാ ഇത് ബെർസക്കർ എന്നെ പണി കളഞ്ഞടാ എന്നെ. സത്യം പറയാലോ ഗൈസ്, സത്യം പറയാം. ബെർസക്കർ എന്ന് പറയുന്ന ഗെയിം ഉണ്ടല്ലോ, എന്റെ ജീവിതം എന്നെ. പക്ഷെ എനിക്ക് തീർത്തപ്പോ കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഇരട്ട പ്രസവിച്ച സുഖമായിരുന്നു എനിക്ക്. വായണക്കളാണ്. ബായി അല്ല, ഗേള് അല്ല. നിന്നെ പോലെ പ്രശ്നം എനിക്ക് കിട്ടിയത് ബായി അല്ല, ഗേളല്ല. അപ്പൊ ഏതാന്ന് നീ ആലോചിച്ച് നോക്ക്. ബായി അല്ല, ഗേളല്ല. ബായും ഗേള്. I can't believe this. Statues got moving. Statue of Liberty. വെമ്പനാട്ടുകായൽ തുടയ്ക്കുന്ന തകതമി കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുപെണ്ണ കോയി പാട്ടൊന്ന് പാലടി കുച്ച. എന്ത് സാധനമൊക്കെ അല്ലേ അത്. സായിപ്പേ ലൈവിൽ ഇരുന്ന് കുറച്ച് പാട്ട് പാടുക കണക്ക്. അവന് തന്നെ അറിഞ്ഞൂടാ അവരെന്തൊക്കെയാ പാടുന്നത് കേട്ടാ. കുറെ പാട്ട് എഴുതി ആള് കുറെ പാട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. കുറച്ച് പാട്ടുകൾ പുള്ളി സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഇടക്കിട ഞാൻ പറഞ്ഞ ഡിസ്കോ ട്രോൾസിൽ ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അടുത്തിരുന്ന് മൂളല്ലെന്ന്. എന്താ BMW എയറില്ല മേടിച്ചു തൊട്ട് ഞാൻ എയറില്ല. കൊള്ളാം. നൈസ് അണ്ണ, കൊള്ളാമെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്താടാ ഞാൻ വിചാരിച്ചത് എന്തോ കാട്ടിലെ ഭാഷ എന്തോ ആൾക്കാരെ പഠിപ്പിക്കുമായിരിക്കും. ആള് ഫോണൊക്കെ നോക്കി കാട്ടുഭാഷ ആൾക്കാരിലേക്ക് എത്തിക്കുന്നേ. ಧರಿಸಿದ
ಪರಮ ವೈಷ್ಣವನು ನೀನೆ ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀನೆ. ಯಾರಂದು ഒരു ഡൗട്ട്, അവൻ എന്തിനാ ആദ്യം ABCD എഴുതി കളിച്ചത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. നമ്പേഴ്സ് ഇത്രയായിരുന്നു അളിയാ 1 2 3. അതെന്തിനാണെന്നാണ് ഞാനും ആലോചിച്ചത്. ലാസ്റ്റ് അത് കാണാനില്ല. പക്ഷെ നോക്കണ എന്ത് രസമുണ്ടല്ലേ. അതന്നെ വിഷയം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഈ പാട്ടിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ? മതേതരത്വ കമന്റ് ബോക്സ് ആണ് ഈ പാട്ടിന്റെ. ഈ പാട്ടിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടേക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് വായിക്കുമ്പോൾ പറയും ഇങ്ങനെ ഓരോരുത്തർ കമന്റ് ഞാൻ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് ഉള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ചുമ്മാ ഇരുന്ന് ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പം അത് ഗ്രിഡ് ലൈൻ ആണെന്നോ അങ്ങനെ ABCD എഴുതുവോ? നമ്പേഴ്സോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഗ്രിഡാണ് കാൽക്കുലേഷൻ ആവും ബ്രോ. നമുക്ക് മനസ്സിലാവില്ല, ബുദ്ധി കൂടി പോയോണ്ടാണ്. അതെ നമുക്ക് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നമുക്ക് എനിക്കത് മനസ്സിലായില്ല. എനിക്ക് കുറച്ച് ജോലയിലുള്ള ശിവന് ജോലയിലുള്ളതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടോ ശിവനെ? കണ്ടിട്ടുണ്ടോ? Но ты дура, ты явно. В голове не мозги, это точно. Говоришь, что хотела принцессой. У каждого разбитого снова ты стоишь. Вот как ты так, но никак иначе. Слезы на щеках, ты чё дура плачешь? Дай угадай, что с тобой случилось? Пропустила сериал. എന്താ സുഖം വരുന്നത് നിനക്ക്? പിന്നെ Простудилась глаза мои, тебя не видели. ഇത് ഓക്കെ. പക്ഷെ റാമ്പ് ഒക്കെ ചെയ്ത് എനിക്ക് എന്തോന്ന് മനസ്സിലായില്ല. അത് ഹർദിക് പാണ്ഡ്യ അടുത്ത് റാമ്പ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അവളുടെ അടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കമ്പാരിസൺ? ഇതൊക്കെ പിള്ളേർ മറ്റേ ആണ് പെണ്ണെന്നുള്ള കമ്പാരിസൺ ആണ്, മനസ്സിലായ? മറ്റേ ആ സാധനമാണ്. അങ്ങനൊന്നും ഇല്ലടാ. ഒരേ സമയം കൊച്ചുവിന്റെ ഉയർച്ചയും താഴ്ചയും കണ്ടു. കൊച്ചുവിന്റെയോ? അണ്ണാ കൂളർ എടുക്കും. കൊച്ചു മുത്തേ കൊച്ചു നീയാണ് യഥാർത്ഥ സബ്സ്ക്രൈബർ. എന്റെ അതാണ് അവനാണ് കൊച്ചു കൊണ്ടച്ചി മന. നീ പോകടാ താഴെ പോയത്. അവനാണ് ഞാൻ മതിക്കതെടുത്ത് വെക്കത്തില്ലാണോ? പാവടാ. ഇവരെന്താ മൂഡ് സ്വിങ്സ് ഉണ്ടോ ഈ സാഹിബിന്? അയ്യോ അത് എക്സ് വൈഫ് ആണോ? ഓടാ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടാ. എന്തോ അവളുടെ പേര് നദാശയോ അങ്ങനെ എന്തോ അല്ലായിരുന്നോ? അതാണോ അത്? അവളാണോ അത്? നദാശ അതല്ലേ ആണോ പേര്? എക്സ് വൈഫ് അളിയാ. അങ്ങനാണ് ഈ റീൽ റിലേറ്റബിൾ ആണടാ. അല്ലാതെ എനിക്ക് മനസ്സിലായില്ല. ഇത് എക്സ് വൈഫ് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. എന്റെ ബാഡാണ് എന്റെ ബാഡാണ്. അതെന്റെ ബാഡാണ്. എന്റെ ബാഡും കൂടിരിക്കുന്ന ഈ പുണ്ടശ്ശിയുടെ ബാഡുമാണ് കേട്ടാ. എനിക്ക് പെട്ടെന്ന് ആളെ കണ്ടപ്പോ മനസ്സിലായില്ല. സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. അത് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരായിരുന്നു കേട്ടാ. എനിക്കത് മനസ്സിലായില്ല. കണ്ടിട്ട് മനസ്സിലായില്ല പെട്ടെന്ന്. സോറി, എന്റെ ബാഡാണ്. എന്റെ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് തിരുത്തിയേ. നടേശനാണ്. നടേശനല്ലടാ, നദാശ. നിങ്ങൾക്കറിയോ ഇന്ത്യയില് ലീഗലി Do you know this is a road in India which can drive at top speeds legally? ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന റോഡ് ഏതാണെന്ന്?
നാട്രാക്സിലെ ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി നമ്മളിപ്പോൾ ഉള്ളത് ഇൻഡോറിലുള്ള. ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് ടെസ്റ്റിംഗ് ട്രാക്ക്. അതിൽ ഹൈ സ്പീഡ് ടെസ്റ്റിംഗ് ട്രാക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ തന്നെ ഹൈ സ്പീഡ് ബാങ്കിങ്ങിലാണ് നമ്മളുള്ളത്. ഇവിടെ എല്ലാവർക്കും പോയി വണ്ടി ഓടിക്കോ? പോയാലിയായിരുന്നു ഇത് എവിടാണെന്ന് പറഞ്ഞാ? ഈ ബാങ്കിങ് ഭയങ്കര കേർവേച്ചർ ആണ്, പക്ഷെ കാണുമ്പോ തോന്നില്ലെങ്കിലും എത്രത്തോളം ഞാൻ കാണിച്ചുതരാം. ഇതേ ഇതിന്റെ ടോപ്പിൽ ഇപ്പൊ നമ്മൾ ഏകദേശം ഇങ്ങനെയാ നിൽക്കുന്നത്. ഏകദേശം 50 ഡിഗ്രിയോളം വരും. പറയുമ്പോ 50 ഡിഗ്രിയോ? 50 ഡിഗ്രി ഉള്ളൂന്ന് കാണിക്കും. പക്ഷേ ഇത് അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. ഇത് കയറാനും ഇറങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് 250+ സ്പീഡ്സ് ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇവര് പറയുന്നത് 300 മേളിൽ പോകാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ വന്നേക്കുന്നത് ഈ ഒരു വെഹിക്കിള് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാ. ഫോക്സ് വാഗന്റെ ഗോൾഫ് GTI, അതും Mark 8.5. ഇപ്പൊ വേൾഡ് വൈഡ് റിലീസ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ. ഇത് എവിടെയാ കഴിച്ചത്? ഇത് എവിടെ? ഇൻഡോർ അല്ലേ? ഓ അയ്യോ, നല്ല ദൂരമായിരിക്കും അല്ലേ? ഗൂഗിൾ മാപ്പിൽ എടുക്കാം, നോക്കട്ടെ ഒരു മിനിറ്റ്. മധ്യപ്രദേശ് അളിയ. ഇപ്പൊ ഇവിടെ കൂടലിന്ന് വിട്ടാൽ കാറിൽ നോക്കട്ടെ. കാറിൽ റോഡ് വഴിയില്ലടാ. ഓ അപ്പൊ പ്ലെയിൻ തന്നെയല്ലേ? അല്ലല്ല, ഉണ്ട് വഴിയുണ്ട്. നീ എന്തിനു മണ്ടനാടാ രഘുലേ? അളിയനല്ലേ പറഞ്ഞേ? അതെങ്ങനെ നീ അക്സെപ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണത്? 2044 കിലോമീറ്ററേ ഉള്ളൂ. ഒരു ഡേയും 16 മണിക്കൂറും കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്താൽ എത്തും. 41 മണിക്കൂർ കൊണ്ട് എത്താം. സൂപ്പർ അളിയ, 41 മണിക്കൂർ. നമ്മള് റോഡിലോട്ടിക്കാൻ വേണ്ടിട്ട് ഞാൻ സെൽട്ടാസ് എടുത്ത് ഇറങ്ങണേ ഗൈസ്. ഞാൻ 2 ദിവസം ലൈവ് ഉണ്ടാവും. റോഡിൽ പോയാൽ മതിയല്ലേ? ഹൈവേ എടാ, റോഡിൽ സ്പീഡിങ് ചെയ്യാൻ പാടില്ലടാ, പയ്യെ ഓടിക്കണോടാ റോഡില്. മെയിൻ നമ്മുടെ റോഡില് ഓപ്പൺ ചെയ്തിട്ടില്ല ആ റോഡ് അവിടെ. ആണോ? എന്നാ നീ പോയി ഓടിക്ക്, ഞാൻ വീഡിയോ പറഞ്ഞുവിടാ. MS ധോണി കുഡ് നെവർ. ഇതാരടേ? ക്രിക്കറ്റാണോ ഇത്? ക്രിക്കറ്റ് അല്ല, ഇത് കുണ്ണയാട്ടം. പിന്നെ സ്പോർട്സ് കൗൺസിലുള്ള കളിയാണ് ക്രിക്കറ്റ്. അവിടെ ഇങ്ങനത്തെ തന്തലായി കാണിക്കണവനൊക്കെ ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? ഇവനെയൊക്കെ അറിയണം. ഇവനെയൊക്കെ ഇപ്പൊ ഞാൻ വരച്ചാണ് നോക്കാവോ? എടാ കൊള്ളാടാ, അടിപൊളി അടിപൊളി അടിപൊളി. കൊള്ളാം, നല്ല രസമുണ്ട്. കിടിലം നൈസറാ. Hey Bob, how will he look after 70 years? ChatGPT വരെ തെറ്റിയല്ലേ? ഇത് മമ്മദിക്ക. എടാ, അത് മമ്മൂട്ടിയുടെ കൊച്ചിലത്തെ ഫോട്ടോ. ആളിയ, നിനക്ക് ബുദ്ധി ഇല്ലടാ ആളിയ. നിനക്ക് ഞാന് ചെറുതിലുള്ള ഫോട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇതിലും സ്റ്റീപ്പായിട്ടുള്ള ട്രാക്ക് ഉണ്ട്. അബൌട്ട് 70 ഡിഗ്രി സ്റ്റീപ്പ് ട്രാക്ക് ഔട്ട് ഓഫ് ഇന്ത്യ ആണ്. അല്ല, ഞാൻ ഇന്ത്യയിലെ കാര്യമല്ലേ പറഞ്ഞു. ഞാൻ ഇന്ത്യയിലെ കാര്യമാണ് നോക്കിയത്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഈ കാണുന്ന റേസിംഗ്, ഈ റേസിംഗിന്റെ ഒക്കെ ട്രാക്ക് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇതിനകത്താണോ അവര് ശരിക്കും റേസ് ചെയ്യണത്? ആണോ? നീ കാണുന്ന ഏതെങ്കിലും ഒരു റേസിംഗ് സീരീസിന്റെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞടാ. അയാളുടെ പ്രൊഫഷൻ എന്നോ അല്ലെന്നറിയില്ല. എന്തോ ആർട്ടിസ്റ്റ്. Take a deep breath, Alan. You're gonna need it. നീ കരുതിയ പോലെ ഒരു ജോബ്ലെസ് ആർട്ടിസ്റ്റോ ആംഗ്രി ബ്രദറൊന്നും അല്ല. കർണാടക പോലീസ് മാസം കുറെ പേര് പറഞ്ഞു. തിരയുന്ന അമറിനെ അയാൾ 48 hours കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തത് ഒരു കോയിൻസിഡൻസും അല്ല. ഇവൻ വരയ്ക്കുകയും ചെയ്യും, ഇടിക്കുകയും ചെയ്യും. ആലപ്പുഴ ജിങ്കാന കണ്ടതിന് ശേഷം എനിക്ക് ബോക്സിംഗ് പഠിക്കണം. എനിക്ക് ബോക്സിംഗ് പഠിക്കണോടാ. അളിയ സത്യം പറയാല്ല, ആ മൂവി കണ്ടപ്പോ എനിക്ക് പഠിക്കണമെന്ന് തോന്നി. ആണല്ലേ?
ഇപ്പൊ തന്നെ നല്ല അറബിയുടെയും നാട്ടിലത്തെ ആൾക്കാരുടെ എല്ലാം നല്ലപോലെ കിട്ടണല്ലേ? ഇനി റിങ്ങി പോയി മേടിക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? അളിയാ അതൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇറങ്ങിപ്പോയി അടി മേടിക്കണതാ? ആ അളിയ ഞാൻ ഒരു കാര്യം പറയും, ഈ ബോക്സിംഗ് വെളിയിൽ നിന്ന് കാണാനൊക്കെ നല്ല രസമാണ്. അവന്മാരുടെ കയ്യിലിരിക്കുന്ന ചുണ്ണാമണി വെച്ചിട്ട് ഒരു അടി മോന്തയ്ക്ക് കിട്ടിയുണ്ടല്ലോ, ചോര തുപ്പും ഉള്ള അംശം. ഇട്ടല്ലേ? പിന്നെ ഓൺ ദ സ്പോട്ട് നമ്മളൊക്കെ പോയി അടി മേടിച്ച് അപ്പൊ തന്നെ വീഴും, ഒരു സംശയവും ഇല്ല. ഓ മനസ്സിലായി ആ മനസ്സിലായി. അത് ഞാൻ ട്രെയിനിങ് പോകാൻ പോകുന്നു. ഞാൻ ക്ലാസ് കാണാനൊക്കെ നല്ല രസമായിരിക്കും. ഒരടിക്ക് പെടലിയും തിരിഞ്ഞ് നമ്മൾ വീഴും. അത് വരച്ചവൻ വരച്ചതാ. ഇത് മറ്റേ ചുമ്മാ. അജീസൻ അളിയാ വരച്ചെന്ന് പറയില്ലേ, ചുമ്മാ ഇരിക്കി. മരിച്ചെന്നല്ലടാ, പേന ഇല്ല അളിയാ വരച്ചെന്ന് പറയില്ല അങ്ങനെ. അളിയാ സീരിയസ് ആയിട്ടാണ് അളിയാ. അല്ലല്ല, ഇത് പുള്ളി ഇപ്പൊ സീരിയസ് അല്ല, ഇപ്പൊ വാർഡിലോട്ട് മാറ്റി. ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ജിത്തെ ചത്തില്ലെങ്കിൽ കാണാം. ഇവിടെ ഖത്തറിൽ ബോംബിഴാണ്. ഇറാൻ ജോക്കർ ബ്രോ ഇനിയും ഖത്തറില് ഒള്ളേ ഖത്തർ സീനാണ്. ഖത്തർ സീനായ ജോക്കർ അവിടുന്ന് പ്ലെയിൻ കയറി ഇവിടെ വാ, ഇവിടെ സേഫാണ് അലൈനില്. മിസൈൽ വീഴുന്ന സമയത്ത് പിന്നെ എയർപോർട്ടൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് വലിയ എയർ സ്പേസ് ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലടാ. ഞാൻ വേറെ ഹരീഷ് കിടില്ല. എനിക്ക് നിന്റെ അടുത്ത് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് എനിക്ക് അറിയാലോ നീ വട്ടനാണെന്ന്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഈ റെട്രോ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട പടം അല്ല. ഞാൻ തിയേറ്ററിൽ കണ്ടില്ല പടം, ഞാൻ വീട്ടിലാ കണ്ട. തിയേറ്ററിൽ കാണാൻ പറ്റില്ല എനിക്ക് റെട്രോ, ഞാൻ വീട്ടിലാ കണ്ട. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടാ. ഞാൻ ആരുടെ റിവ്യൂ ഒന്നും കാണാതെ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയുകയാണെ, അത്രയ്ക്ക് മോശം പറയാനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഒത്തിരി നല്ലതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വട്ടം കാണാനൊക്കെ ഉണ്ട്, കാണാനൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഞാൻ വലിയ സംഭവം എന്ന് പറയാനില്ല, പക്ഷെ ഒത്തിരി ശോകം പറയാനുള്ളതൊന്നും എനിക്ക് തോന്നിയില്ല. അല്ല ഞാൻ നിങ്ങളുടെ മസ്റ്റ് വാച്ച് എന്നൊന്നും പറയത്തില്ല, എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറയാം. എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇതായിട്ട് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വട്ടം കാണാനൊക്കെ നല്ലതാ. ഇവൻ 3D ചെയ്ത് ഇവൻ ഏതെങ്കിലും എവിടെ രക്ഷപ്പെട്ടു പോയിട്ടാ. ഇവൻ ബ്ലെൻഡർ പഠിച്ചു കേട്ടാ. ഇവൻ അവിടെ ഇരുന്ന് ബ്ലെൻഡർ പഠിച്ച്. അണ്ണാ ഒന്ന് കാണുമോ? കഷ്ടപ്പെട്ട് വരച്ചതാ പ്ലീസ്. ക്ലൈമാക്സ് അയ്യോ അതുകൂടെ എടുത്തു പറയണേ. അത് പറഞ്ഞതിന് സ്ഥിതിക്ക് അതുകൂടെ എടുത്തു പറയണം കേട്ടോ. ക്ലൈമാക്സിൽ നാട്ടുകാരെ മൊത്തം കൂടി ഇരുന്ന് ചിരിപ്പിക്കുന്ന ഒരു കുണ്ണ സീൻ ഒഴിച്ചാൽ ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലത്തെ ഒരു സീൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഇരുന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് കണ്ണനെ നോക്കണം. ഞാൻ ഒരാൾ ചിരിക്കുന്നു, വഴിയെ പോണി എരുമ, പട്ടി, അണ്ണാൻ, പാമ്പ് വരെ ചിരിക്കണ് പടത്തില്. അത് മാത്രമുള്ള എനിക്ക് ഇഷ്ടപ്പെടാൻ. സത്യം പറ, അത് പറയാതിരിക്കാൻ വയ്യ. അത് പ്രത്യേകം എടുത്തു പറയണ ഒരു കാര്യമാണ്. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. ആ സീൻ മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്, വേറെ ഒന്നുമില്ല. മനസ്സിലായി. നൈസർ RGV ആർട്സ് കൊള്ളാടാ, കൊള്ളാം. നൈസാണ്, അടിപൊളിയാണ് ബ്രോ. ഇതല്ലേ അത്? ഹാപ്പി ബർത്ത്ഡേ ഉമ്മ, ഏലിയൻ ബാബു സേട്ട്. മനസ്സിലായില്ലേ? ഇത് ഏലിയൻ ആണോ ഇത്? ഓ ശരിയല്ലേ, അവളെ പോലെ ഇരിക്കണല്ലേ? എടാ ഇത് ബാബുവിന്റെ വൈഫിന്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ആണ്, മനസ്സിലായ? ഓ സത്യം രണ്ടുപേരും ഒരുപോലെ ഇരിക്കണ് അല്ലടാ. പിന്നെ വേണ്ട വല്ല പറഞ്ഞു.
അലീനയാണ് അണ്ണാ തന്നു. ഓ അടുത്ത ചാറ്റില് ലീനിയ ഇവനെയൊക്കെ ചാട്ടവാറിനടിക്കണോടെ ഇവനെയൊക്കെ. വാട്ട് ഇഫ് മത്തായിച്ചൻ വാസ് ടിപ്പിക്കൽ മലയാളി തന്ത? പപ്പ പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ച് ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് എനിക്ക് എന്തോ അതിനെ ഇഷ്ടമെന്നൊക്കെ പറയാവോ? പട്ടിക്കൊലയാടി മോളെ, പോക്കിരിത്തരം കാണിച്ചു പിന്നെ നിന്ന് മറ്റേ വർത്താനം പറയുന്നു. തെറ്റ് ചെയ്തിട്ടും മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ തലേക്കറിന്ന് ഞരങ്ങുവാ. പേഴ്സണലായിട്ട് പറയുവാ അവന്റെ. When she asked if that was your best experience, but you witnessed this masterpiece. എന്തായിരുന്നല്ലേ തിയേറ്ററില്? ഇത് മറക്കാൻ പറ്റില്ല. ഒറിജിനൽ എടുത്ത് ചെയ്യും. സത്യല്ലേ എന്ത് രസമാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ എന്ത് കിടിലായിരുന്നു എന്റെ അമ്മോ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയതാണ്. ഇപ്പൊ ആൾക്കാർ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇത് കണ്ടിട്ട് ഇത് ക്രിഞ്ചെന്നും ഇതൊക്കെ പറയും. പക്ഷെ അന്ന് ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലേ എന്റെ അമ്മോ. അത് എടുത്ത് കാണും. നിവിൻ പോളിയുടെ പ്രൈം പറയാതിരിക്കാൻ വയ്യായിരുന്നു അത് ആ ടൈമിലേടാ. ബ്രോ ഇതെന്നെ അനിയ വരച്ചതാ. അഭിജിത്ത് ABZ. ഞാൻ നിവിൻ LC കയറിയല്ലേ? നിവിൻ LC കയറിയടാ രഘുലേ. LC എന്താടാ? ആംബുലൻസ്. LC എന്താടാ രഘുലേ? ആരോട് പറയാ? ഹാർഡ് വർക്ക്. സന്തോഷമുണ്ടത്. LCU കേറുന്ന നിവിൻ LCU മറ്റേ നമ്മളുടെ ലോകേഷ് ഇതില് കയറി. LCU എനിക്ക് മനസ്സിലായില്ലേ. LC എന്ന് മാത്രം തന്നെ എനിക്ക് കേട്ട്. കമന്റിലോടെ അത്ര സമയം എടുത്തല്ലേ? പിന്നെ അറിഞ്ഞൂടെ ഹോസ്പിറ്റലൊക്കെ ഉള്ളത്? അത് നമുക്ക് അറിയായിരിക്കും. അത് എന്തൊരു ഹാർഡ് വർക്ക് ട്രൂലി വേ ഓഫ് ലാലേട്ടൻ. പ്ലീസ് റിയാക്ട് ഉണ്ട്. ഹായ് ഹലോ, ഞാൻ ലാലേട്ടനാണ്. മോനെ ലാലങ്കളാണ്. ഹായ് ഹലോ, ഞാൻ ലാലേട്ടനാണ്. ഞാൻ വരച്ച പെൻസിൽ ഡ്രോയിങ് കണ്ടു, വളരെ ഇഷ്ടമായി. സോറി, ഞങ്ങൾ ഷൂട്ടിലാണ്, അപ്പം ഫോൺ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഗംഭീരമായി ആ പെൻസിൽ സ്കെച്ച് കേട്ടോ. ഇത് നോക്കണോ? ഒറിജിനൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ടേക്ക് കെയർ, ലവ് യു. ഇങ്ങനെ ഒരു റിപ്ലൈ അയക്കുക എന്ന് പറഞ്ഞ ഇത് ശരിക്കും അയച്ചതാണെങ്കിലേ, ഇത് ഒന്നുമല്ല, ശരിക്കും അയച്ചതാണെങ്കിൽ ആ വരച്ച ആർട്ടിസ്റ്റിന്റെ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്ലഡ് ബോയിൽ ആയിരിക്കും അവന്. എന്താ കേട്ടില്ല? ബ്ലഡ് ബോയിൽ. അത് എന്ത് ലാംഗ്വേജ് ആണ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം പ്ലീസ്. അതെങ്ങനെ ഇനിയും അവന്റെ പവർ വരും. ഏത് ചോര തിളക്കിയെന്നാണോ? ബോയിൽഡ് ബ്ലഡ്. അതായിരിക്കും. അതാണ് ബോയിൽഡ് ബ്ലഡ്. ബ്ലഡ് ബോയിൽഡ് ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്കൊക്കെ? ബോയിൽഡ് എഗ് എന്നൊക്കെ പറയണ പോലെ. അതാരാ കോമഡി അടിച്ചത്? താഴോട്ടെ അണ്ണാ, എന്റെ അനിയന്റെ പുതിയ സോങ് ആണ്. അത് നമ്മള് കേട്ടായിരുന്നു ഓൾറെഡി. സ്കൈന് ഇതുവരെ അറിഞ്ഞൂടാ അടിയിൽ പോയെന്ന്. സ്പോയിലർ. അതെന്ത് ക്വാളിറ്റിയാ വീഡിയോക്ക്?
ഒറിജിനൽ പോലെ ഇരിക്കുന്നു. ഗരുഡഗമന നമ പുരന്ദര വിഠലന ഒറിജിനൽ അല്ലേ? ഇത് ബ്ലെൻഡർ ആണോ? ഇത് ഹോളി ഇത് എഡിറ്റ് ആണ്. ഇതെന്ത് രസോടെ കാണാൻ കുട്ടപ്പ. ഇത് നീ ചെയ്തതിൽ ബെസ്റ്റ് വീഡിയോ. നല്ലത്. കുട്ടപ്പ നീ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഇതാണ്, സത്യം പറയാലോ. ഒറിജിനൽ ബ്രോ. ആ ഈ ഫ്രെയിം, എക്സ്പെഷ്യലി ഈ ഫ്രെയിം നോക്ക്. കിടിലോടാ കിടിലം. രണ്ടോട്ട് എസ്കേപ്പ് ഞെക്കിയേ, രണ്ടോട്ട് എസ്കേപ്പ് ഞെക്കിയേ രഘുലേ നീ. ആ ആവശ്യമില്ലാതെ ചെയ്യാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം, ഡൗൺലോഡ് ചെയ്തേക്കട്ടെ. സ്പീഡ് പോൺ. സ്പീഡ് എന്തായിരുന്നു, എന്താ ചെയ്തേ? സ്പീഡ് ആരുമായിട്ടാടാ? ഡാനിയൽ എന്ന് പറഞ്ഞ പുള്ളി ആയിട്ടുള്ള അല്ല, അങ്ങനെ എന്തോ പേര്. എന്തോ ഓട്ടോ റണ്ണിങ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്പീഡ് ചോദിച്ചില്ല. ഞാൻ മറ്റേ 11 തോപ്പിച്ചില്ലായിരുന്നോ? എന്തായിരുന്നു പുള്ളിയുടെ പേരെന്തായിരുന്നു, മറന്നുപോയി. 4 times അളിയാ, 4 times. അത് ഞാൻ കണ്ടായിരുന്നു, 4 വട്ടം തോപ്പിച്ചത്. ആഷ്ടണോ എന്തോ അങ്ങനെ എന്തോ അല്ലേ പേര് പുള്ളിയുടെ? അങ്ങനെ എന്തോ ഉണ്ട്. വീട്ടിൽ വന്നാ 59 ഊരി തരും. 59 ഊരി തരാം. എന്നിട്ട് ഞാൻ ഇട്ടേക്കുന്ന പാന്റും എന്റെ ഈ ചട്ടിയും കൂടെ ഊരി എടുത്തോണ്ടങ്ങ് പോ. എനിക്ക് എന്റെ സാധനം റിയാക്ട് ചെയ്യാമോ? എനിക്ക് മടിയാകും, എനിക്ക് ഇഷ്ടമല്ല എന്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്നത്. എന്താ the hardest MF on planet Earth? My name is David Goggins. I created Goggins. Described as one of the toughest men on the planet. He's just an absolute He's savage. the only man in history to complete elite training as a Navy SEAL, Army Ranger, And the Air Force Tactical Air Controller training. I was running this 24-hour race as a relay team. He had no teammates. an ultra-marathon runner. Running 101 miles in 19 hours. World records in pull-ups. 1,030 pull-ups in just 17 hours. Often referred to as the hardest. 4030 പുള്ളപ്പ് 17 മണിക്കൂറിലോ? എന്റെ അമ്മ. Motherfucker on planet Earth. Give a fuck my knees don't work. I'll find something else that does. Stay hard. ഇവ മനുഷ്യനല്ലടാ ഇവൻ. റോബോട്ട്. അണ്ണാ ഫോൺ പോയതുകൊണ്ട് പഴയ ഫോണിലാണ് വീഡിയോ ഇട്ടത്, അതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത. എന്നാലും വരച്ചതിന് ക്വാളിറ്റി ഒരിക്കലും പോവില്ല. ഒരു ദിവസം പിക്ക് തരാൻ ഞാൻ വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഹരീഷ് താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. സുമേഷ് ഗെയിമർ ബ്രോ, താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്. ഈ സിനിമാറ്റിക് ഡ്യുവോ സ്റ്റാൻഡിങ് ടുഗദർ. ഇത് മറ്റേ പ്രോംപ്റ്റ് ആട്ടോ ഇതിനകത്തെ. എടാ എനിക്ക് കൊണ്ടുതരണേ ഹരീഷിന്, അത് കൊണ്ടുതരണ കേട്ടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ എയുടെ കുറെ വീഡിയോസും ഇത് മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇതിനൊരു വല്ല നിയന്ത്രണം വല്ലതും വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ. എനിക്കും ഫീലുണ്ട്. എനിക്ക് തോന്നുന്നു കേട്ടാ. എനിക്കും അത് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ കുറെ ബാഡ് അടിക്കുന്നുണ്ട് ആ സാധനത്തില്. ഇത് പബ്ലിക്കലി നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ഇത് ഇനി എന്തൊക്കെ പണി വരും തമ്പുരാൻ അറിയാം. പേടിയാണ്. ഓൾറെഡി ഉണ്ട്.
ചില വീഡിയോ ഒക്കെ കാണുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ആശ്ചര്യത്തെക്കാൾ കൂടുതൽ പേടിയാവണം ചിലതൊക്കെ കാണുമ്പോ. രഘുല് നാളെ രാവിലെ എണ്ണിട്ട് നോക്കുമ്പോ നീ ഗത പിടിച്ചിരിക്കണ വീഡിയോ ഈ പേപ്പേഴ്സ് എടുക്ക, ഈ ബുക്കും എടുക്ക. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു. ആരാണ് ആ വ്യക്തി? മഹാത്മ്യമേറിയ ഒരമ്മയിൽ നിന്നുള്ള മകന്റെ ജനനം. ഇടത് വലതും നേടി ഇടവിനെ രക്ഷിക്കാൻ ഒരു അഗ്നിശൈലത്തിന് അവൾ ജന്മം നൽകി. നൈസറാ, കൊള്ളാം. പറഞ്ഞ വേർഡ്സ് എന്നളിയാ വിഷയം. എന്തുകൊള്ളിയാ പറഞ്ഞ വേർഡ്സ് അയാൾ പറഞ്ഞ വേർഡ്സ് മലയാളം അർത്ഥം ഏതെങ്കിലും ഒരു അർത്ഥം അറിയാവുന്ന നീ ഇത് പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ ഇതാക്കിയാണ് കുറച്ചുകൂടെ വിശ്വസിച്ചാണ്. സുമേഷ് ഗെയിമർ താങ്ക് യു സോ മച്ച് ആൻഡി. അണ്ണാ സ്കൈഡാക്സ് ഇനി എന്ന് ലൈവ് വരുന്നേ? സൗണ്ട് പോയി. സ്കൈഡാക്സ് ഇനി എന്നാ ലൈവ് വരുന്നേന്ന് ഇപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളായി അവിടെ വരെ എത്തിയ കാര്യങ്ങൾ. സ്കൈഡാക്സിന്റെ നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ചോദിക്കണം. അതന്നെ ഞാൻ മൂഞ്ചായിരിക്കണം. ഇറാൻ അറ്റാക്ക് ഖത്തർ ആൻഡ് ഇറാഖ്. വാട്ട്? ഖത്തറിലാ? വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നീ ഇപ്പൊ ഹോൾഡ് ചെയ്ത് സുമേഷ് ഗെയിമർ താങ്ക് യു സോ മച്ച് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. സീരിയസ് ആയിട്ടാ മിസൈലൊക്കെ പോന്ന് ഗ്രൂപ്പിലിട്ടുണ്ട് ജോക്കർ ബ്രോ. മിസൈലൊക്കെ പോന്നറിയാ ശരിക്കും ആണോ? മിസൈലൊക്കെ പോകുന്ന ഇതാ ഇരിക്കുന്ന വീഡിയോ എന്റെ അടുത്ത് ഗ്രൂപ്പിലിട്ടുണ്ട്. എടുത്ത് നോക്കളിയാ. ലിറ്ററലി മൈ ഓഫീസ് യൂസ്. എന്റെ അമ്മ. അല്ല ഇത് ഇറാൻ എയർ സ്പേസിൽ കൂടെ പോകണമെന്നല്ലേ ഉള്ളു. ഇത് ഇറാനിൽ വന്നല്ല, ഐ മീൻ ഖത്തറിൽ വന്ന് വീണോ ഇത്? ഇറാൻ ഒഫീഷ്യലി ലോഞ്ചസ് മിസൈൽസ് അറ്റ് US മിലിറ്ററി ബേസ് ഇൻ ഖത്തർ. ഖത്തറിന്റെ ബേസിൽ നിന്ന് വിട്ടത്. ഓ എടാ ഖത്തറിലെ US മിലിറ്ററി ബേസ് ഉണ്ട്, മനസ്സിലായാ? അതില് വിട്ടെന്ന്. സുഖമല്ലേ ഹൈനെ? സുഖമാണ്. താങ്ക് യു സോ മച്ച് സുമേഷ് ഗെയിമർ. താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ന്യൂസ് നോക്കുന്നു അല്ലെ? ലൈവിൽ ന്യൂസ് ചാനൽ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ന്യൂസ് ചാനൽ പ്ലേ ചെയ്ത സീനാണ്. ഓ മനസ്സിലായി. തന്നെയല്ലേ? അല്ല മാങ്ങ നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ, 2 രൂപ പോരെ. ഇതെന്ത് പടമല്ലേ ഇത്? വേഷം രാജാവിന്റെയും സ്വഭാവം പിച്ചക്കാരന്റെയും. കൊടുത്തേ എന്തോരം തേങ്ങയിരിക്കണോ ഒരെണ്ണം വെറുതാന്നൂടെ. ഇതെന്താ രാജാവ് സെല്ലട്ടോ? ഇത് 5-ന്റെ നോട്ടിന്റെ അവല. ഓണടിച്ചതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതെന്താ വഞ്ചോ തുഴഞ്ഞു പോവാൻ? ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് വർഷം എത്ര എന്നറിയോ? 12 വർഷം. അതാണ് ഇവിടെ ഒരു നാറ്റം. സാറിനതൊന്നും ഒരു കഴിയൂടെ? ഈ മീശ നോക്കി തമാശ പറയുന്നോടെ പിടിച്ചാൻ പോലീസിൽ ചേർക്കും. ഒന്ന് കിട്ടിയാൽ എന്താ പോലീസ് ചേർക്കല്ലോ. എന്തൊക്കെ സാരല്ലേ ഈ പടം തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെയാണിത്. എന്റെ ആളിയാ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വരുന്നണ്ട. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? സൈക്കിള് പോയ സ്പീഡ് നോക്കിക്കോളെ. ഒരു സൈക്കിളല്ലേ പോയത്? കണ്ടിട്ട് കൊതിയാവാ. വല്ലപ്പോഴും പെട്രോൾ പമ്പ് കാണിക്കാൻ ഇതൊന്ന് പമ്പി കയറ്റി കൂടെ? എന്തൊക്കെ സാധനങ്ങളല്ലേ. ഡിസ്കോഡ് 8-10 ടൈമിൽ വരുന്ന വീഡിയോ റിയാക്ട് ബ്രോ ഹിസ് പാഷനോ? 8-10 ടൈമിൽ വന്നു വീഡിയോ ബ്രോ. ഞാൻ എല്ലാം നോക്കും ബ്രോ. ഞാൻ അങ്ങനെ നോക്കി മേലോട്ട് പോണേ. World War 3 ലോഡിങ്. ഇങ്ങനൊന്നും പറയല്ലേ.
ഇങ്ങനൊന്നും പറയല്ലേ, ഈ വാറൊക്കെ വീഡിയോയിൽ കാണാൻ മാത്രമേ ഉള്ളൂ ഭംഗി കേട്ടാ. ഇപ്പോഴേ പറയാം, ഓരോരുത്തന്മാർക്ക് ഓരോ ഇറാന്, ഇറാഖ്, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് തീയിടാൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ആൾക്കാർക്ക് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ട വരുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ വിഷമം പ്രഷറും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈ വാറ് ഇതിന്റെ കാര്യം ഒന്നും പറഞ്ഞ് വെറുതെ മാസടിക്കാനും തമാശ കളിക്കാനും പോകരുത്. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ട വരുമ്പോഴായിരിക്കും ഈ പറഞ്ഞതുപോലെ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ എന്തുവാന്ന് മനസ്സിലാവണത്. ഗാസയിലെയും സിറിയയിലെയും ഇവിടുത്തെ എല്ലാം വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ, അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന്. വാച്ച് ടിൽ എൻഡ്. എടാ ഷൗടെക്സിന്റെ വീഡിയോ ഞാൻ കണ്ടു കേസ്, ഞാൻ ഓൾറെഡി കണ്ടതാ ഷൗടെക്സിന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി കണ്ടതാ. എടാ ഞാൻ ബസ്സിനെ പറ്റി അഭിപ്രായം പറയണം നിർത്തിയടാ. സത്യം പറഞ്ഞാ എടാ, എനിക്ക് എല്ലാ വണ്ടിയും ഒരുപോലെ. ബസ്സിനോട് സ്നേഹം കൂടുതല്, വണ്ടിയിലുള്ള എനിക്ക് റെസ്പെക്റ്റും എനിക്ക് ഇതുള്ള ആളാണ് ഞാൻ. ഒരു ദിവസം എന്തോ ഒരു ബസ്സിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ലൈറ്റിനെ പറ്റി എന്തോ പറഞ്ഞപ്പം ബസ്സുകാര് ചേട്ടന്മാരെല്ലാരും കൂടെ കമന്റ് സെക്ഷനിൽ എന്നെ അങ്ങ് പണ്ണി. അത് ഡിസ്പ്ലേ അല്ലടാ കുണ്ണെ, അതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്തൊരു കാര്യം നമ്മളിങ്ങനെ സംശയം ചോദിക്കില്ല, അത് എന്തോടാ സാധനം, ഇങ്ങനെ ആശ്ചര്യത്തിൽ ചോദിക്കുന്നില്ലേ. ഞാൻ അങ്ങനെ ചോദിച്ചതാ. പക്ഷെ അവർക്ക് അത് അങ്ങനെയല്ല തോന്നിയത്. അവര് ഇത് ഇന്നതാടാ സാധനം, ഇത് ഇന്ന സാധനം വെച്ച് പണിതാടാന്നൊക്കെ പറഞ്ഞ് എന്നെ മാനസികമായി തളർത്തി കളഞ്ഞു. ബ്രോ ബിഗ് ഫാൻ ആണ്. PC വാങ്ങാൻ വന്നപ്പോ കണ്ട് ലവ് യു. മോൺസ്റ്റർ ഗെയിമിംഗ് വെയിറ്റ്. താങ്ക് യു സോ മച്ച് വൃതപട്ടി ബ്രോ. ബ്രോ എന്റെ ഉണ്ടായിരുന്ന വൈറ്റ് ജീൻസ് ഇല്ലാണ്ടായപ്പോൾ ഒരു ഐഡിയ തോന്നി ചെയ്തതാണ്. അർജുൻ ബ്രോ അണ്ണ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അർജുനെ മെനുവിനെ ഹാപ്പി ബർത്ത്ഡേടാ. എന്നാലും എന്റെ ബർത്ത്ഡേ ആയിരുന്നു. വൈ ഇറാൻ ഈസ് ഡൂയിങ് ദി ഷിറ്റ് എന്നോ. PK ഐസ് ബ്രോ, ഞാൻ കേരളത്തിലുള്ള ഒരാളല്ലേ, ഇന്ത്യയിലുള്ള ഒരാളാണ്. എനിക്ക് എങ്ങനെ അറിയാം ഇറാന്റെ കാര്യം? ബ്രോ ഇറാനോട് ചോദിക്കണ്ടേ? ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ? കൊള്ളാല്ലേ? അപ്പൊ ഈ പേനയുടെ മഷി വാഷ് ചെയ്യുമ്പോ ഇത് പിടിക്കൂല്ലേടാ? ചില പെണ്ണുണ്ടതോ അല്ല ഈ പേന ആവില്ലേ? ഇത് അണ്ണ എന്റെ പുതിയ എടാ നിന്റെ അനിയന്റെ സോങ് ഞാനിപ്പോ ഒരു 2 വട്ടം കേട്ടില്ല അർജുൻ. നിന്നെ ഞാൻ ഒരു ബൈതാടാ. അപ്പോഴത്തേന് ചെയ്തിടിപ്പിച്ചല്ലേ? എനിക്കറിഞ്ഞൂടാ. ഒരു ബൈതാടാ. പൈസ അച്ഛനടുത്ത് ചോദിക്കും പൈസ. രഘുൽ ബലിതങ്ങൾ 1999 എപ്പിസോഡ്. രാത്രി നിന്റെ അച്ഛന്റെ കൂട്ടുകാർ കൂടെ വന്നതാണ്. എന്തൊക്കെ എനിക്ക് ഇങ്ങനത്തെ ടോക്സിക് ടീമിൽ കളിക്കാൻ താല്പര്യമില്ല. അല്ല പിന്നെ അപ്പുറത്തെ ഞാൻ ഈ ടീമിൽ റിട്ടയർ ചെയ്യണം കേട്ടാ. ഞാൻ റിട്ടയർ ചെയ്യണം. ഇതിന്റെ അവസ്ഥ അതിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ. മന്നപ്പുണ്ടച്ചി നീ ഡിസേർവ്ഡ് ആണ്. നീ ഇവന്റെ വേറെ തമാശയുണ്ട് കേസ്, ഭയങ്കര കിട്ടുന്നതാണ്. പക്ഷെ ആളെ ഞാൻ വേറെ കാര്യം പറയാം കേസ്, അവൻ ഇങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുമെങ്കിലും ഉണ്ടല്ലോ, ഇവൻ ഒരു എരണമാണ്, പറയാതിരിക്കാൻ വയ്യ. അടിച്ച് വെച്ച് കൊടുക്കാൻ തോന്നും. ബ്രോ ഡോണ്ട് ബി സോ ഇഗ്നോറന്റ്, അറ്റ്ലീസ്റ്റ് റീഡ് ദ ന്യൂസ് so you know what happening around the world. You have a big following, be aware bro. ബ്രോ അതുകൊണ്ടാണ് ഞാൻ പറയണേ, എനിക്ക് ഫോളോയിങ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. സോ ഞാൻ ഒരു കാര്യം പറയട്ടെ ബ്രോ, വാറിനെ പറ്റി എന്ത് അഭിപ്രായം പറഞ്ഞാലും എന്റെ ജാതി വെച്ചിട്ടും എന്റെ മതം വെച്ചിട്ടും എന്നെ അളക്കണ ഒരു സൊസൈറ്റിയിൽ എനിക്ക് ഇതിനെപ്പറ്റി മറുപടി പറയാൻ പേടിയാ.
മനസ്സിലായോ? നമ്മളോടൊന്നും സംസാരിക്കാൻ ഇല്ല പറ്റില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയാം എന്റെ പേരിന്റെ അറ്റത്തെ രണ്ടാമത്തെ പേര് വെച്ച് എന്നെ വിലയിരുത്തുന്ന സൊസൈറ്റിയോട് എനിക്ക് വാറിനെ പറ്റി പറയാൻ പേടിയാണ്. ഞാൻ ഒരു രാജ്യത്തെ പറ്റിയോ വേറൊരു രാജ്യത്തെ പറ്റിയോ നമ്മുടെ രാജ്യത്തെ പറ്റിയോ നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന രാജ്യത്തെ പറ്റിയോ എന്ത് പറഞ്ഞാലും എന്റെ പേരിന്റെ രണ്ടാമത്തെ പേരനുസരിച്ച് വെച്ച് നോക്കിയിട്ടാണ് ബാക്കിയുള്ളവർ എന്റെ സ്റ്റേറ്റ്മെന്റിനെ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ എനിക്കൊരു വാറിനെ പറ്റിയും ഒരു റിലീജിയനെ പറ്റിയും ഒരു പൊളിറ്റിക്സിനെ പറ്റിയും ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. അത് ഞാൻ ചെയ്യത്തുമില്ല. അതന്നെ. Nico, how am I? We're so confident Valorant would never. on playing trade. Nico, that we have can my take it into Falcons. We can take it into anyone. What? Didn't see it. Yo, that is crazy, low key. Apex eats corn the long way. I know he does. Oh my god. That's crazy. No. മൈൻഡ് സെറ്റ് തിങ്ക് ചെയ്യാൻ നോക്കളിയാ. സത്യം. അതുപോലെ നിങ്ങൾ വിസിറ്റ് വാലറന്റിന്റെ ടൂർണമെന്റ് കണ്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫൈനലി എന്റെ ഫേവറേറ്റ് ടീംസ് ഞാൻ പറഞ്ഞില്ല. എനിക്ക് സെൻ അല്ല ജെൻജി ആയിരുന്നു എന്റെ ഫേവറേറ്റ് ടീം. പക്ഷെ പേപ്പറെക്സ് അടിച്ചതിൽ എനിക്ക് സത്യം പറഞ്ഞ PRX അടിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവര് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വന്ന ടീമാണ്. അതുകൊണ്ട് ഒരു സത്യം പറഞ്ഞ ഒരു സന്തോഷമുണ്ട്. സത്യം പറയാലോ, സാധാരണ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് കാണാൻ തോന്നുന്നതല്ല. എന്നാലും ഞാൻ ഇരുന്ന് കണ്ട് മാച്ചസ് ഒക്കെ അടിപൊളിയായിരുന്നു. PRX നല്ലതുപോലെ കളിച്ചു. ആൻഡ് നല്ല സ്ട്രഗിൾ ചെയ്ത് കയറി വന്നു. ആൻഡ് ഫെനാറ്റിക് ആണെങ്കിലും നല്ലതുപോലെ ട്രൈ ചെയ്തു. അവർ രണ്ട് ടീമും നല്ലതുപോലെ ട്രൈ ചെയ്തു. ബട്ട് സെൻ ഫോർ എവർ അടുത്ത വർഷം അല്ല അടുത്ത ടൂർണമെന്റിൽ നമുക്ക് കാണാം. അടുത്ത ടൂറിന് തൊട്ട് എനിക്കും വാച്ച് പാർട്ടി പെർമിഷൻ ഉണ്ട്. അടുത്തത് ഞാനും വാച്ച് പാർട്ടി ചെയ്യുന്നതായിരിക്കും അടുത്ത ടൂർണമെന്റ്സ് തൊട്ട്. ഓക്കെ, ഈ സിനിമ കണ്ട വാസമാണ്. ശരീരം വിൽക്കുന്ന കച്ചവടത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയുടെ കേസ് എനിക്കറിയാം. ഞാൻ ഇവന്റെ അച്ഛനോട് സംസാരിക്കാം. അതിന് അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? ഓന്റെ തള്ളയ്ക്കും വിവരം ഉണ്ടാവില്ല. ഏതാടാ പടം? ആള് കയറുന്ന സർവീസ് ആകുമ്പോ ഓൾ ആരെ പറയും? ആ ഗതികേട് നിനക്ക് വരരുത്, ആ കുട്ടികൾക്ക് വരരുത്. ഞാൻ പോവില്ല. അയാള് മോശ. ആ ചന്ദ്രൻ പേടി, മിനിക്കുട്ടിക്കും പേടി. ചേച്ചി പഴയ മാതിരി ഇല്ല, ആകെ മാറിയിരിക്കുന്നു. മാറും, നീയും മാറും. വലുതാവുമ്പം രക്ഷപ്പെടാനാവില്ല. തെരുവ് പിള്ളേർക്ക് പരിഹസിക്കാൻ പാകത്തിൽ. സതയം ഇല്ലടാ, ഞാനിത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ. ഞാനിത് ഓർക്കണില്ല. അല്ലെങ്കിൽ ഞാൻ തന്തയാരെന്നറിയാത്ത ഒരെണ്ണത്തിനെ മോളും കാനേഷുമാരി പട്ടികയിലേക്ക് ചേർക്കും. പീഡിപ്പിക്കുന്നവരെയൊക്കെ നമ്മൾ ഒരിക്കലും വിട്ടികളാക്കും. അതിനൊരു സൂത്രമുണ്ട്. പേടി കൂടാതെ ഉറങ്ങണം. പേടി കുറെ കഴിയുമ്പോ തമാശ തന്നെ കണ്ടു നോക്കുന്ന് ട്രോമയാവും. ആണോ? അത്രയ്ക്ക് കിടലം ഫിലിമാണ? ആണോ? എടാ ഞാൻ എപ്പോഴും ഐക്കോണിക് ഫിലിമാണ്. എടാ ഞാൻ വിട്ടുപോയതായിരിക്കും. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കണ്ടുവരുമ്പോഴായിരിക്കും നമുക്കൊരു ഇതാവുന്നത്. പഴയ പടമല്ലേ, വിൻഡോസ് ആക്ടിവേറ്റ് ചെയ്യണം. എടാ ഞാൻ വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്തായിരുന്നടാ. റീഇൻസ്റ്റാൾ ചെയ്തപ്പം പോയതാണത്. സായിപ്പ് ലെവൽ കളിച്ചാണ്. ഫുൾ കോമഡിയാണ്. നീ തീർന്നടാ, നീ തീർന്നു. ഭയങ്കരം തന്നെ. ഈസി ഗെയിമാണ് ഇതൊക്കെ എന്ത്? ഇതൊരു വല്ലാത്ത സുഖമല്ലേ? ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇരുന്ന് പുഴുക്കുന്ന കാണുമ്പോ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. അത് വേറൊരാൾ കളിക്കുന്നത് കാണുമ്പോഴേ അത് വിചാരിക്കത്തുള്ളൂ കേട്ടാ. അത്തരമാണല്ലോ മുത്തേ ഇത്. ആ എങ്ങനെ ഇരിക്കണം?
അയ്യോ, വേടനും അമ്മയും കൂടെയുള്ള പിക്ക് വരച്ചതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഞാനൊരു കവിത ചൊല്ലട്ടെ. എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത ചൊല്ലട്ടെ. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാടും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി. എന്ത് ഡയലോഗ് അല്ലേ അത്. നൈസറാ, കൊള്ളാടാ, കൊള്ളാം, അടിപൊളി അടിപൊളി അടിപൊളി. SXG എടാ, നീ അദ്വൈതേ ചെവിയിൽ ഇത് വെക്കാതെ വേണോ? എടാ ഞാൻ കണ്ട് ഷൗട്ടെക്സിന്റെ വീഡിയോ, ഞാൻ കണ്ടിട്ട് അത് ഇനി ഞാൻ വീണ്ടും കണ്ടിട്ടിരുന്നു ഫേക്ക് എക്സ്പ്രഷൻ ഇടണോ ഗൈസ്? ഇന്നലെ തന്നെ എനിക്ക് ആകെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നലെ. മനസ്സിലായ? ഞാനും ശരത്തേട്ടനും ബാബുവും കൂടെ ഒരുമിച്ച് വിട്ടിരുന്ന് TV-യിലാണ് ആ വീഡിയോ കണ്ടത്. ഞാൻ വീഡിയോ കണ്ടു. എനിക്ക് ആകെ കിട്ടിയ ഒരു ആശ്വാസം, സന്തോഷം അതായിരുന്നു ആ വീഡിയോ. ഞാൻ അത് മാത്രമേ കണ്ടുള്ളൂ. ഞാൻ കണ്ടതാണ് ആ വീഡിയോ. അപ്പൊ പിന്നെ ലൈവില് വീണ്ടും ഞാൻ ഇരുന്നത് ഒന്നുകൂടെ ഇരുന്ന് ഫേക്ക് എക്സ്പ്രഷൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഞാനത് കണ്ടോണം, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് കണ്ടേനെ ഉറപ്പായിട്ടും. വാസവണ്ണ, ഇവളുടെ സോങ് ഒന്ന് കേട്ട് നോക്കൂ, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ആക്കൂ. ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണോടാ? ഇവിടെ ഒരു പെൺ തല കണ്ടാൽ തന്നെ ഈ ചാറ്റിൽ ഒരു 9763 സിംഗിൾസ് ഉണ്ട്. ഇവിടെ ഈ എന്റെ ഇതിനകത്ത് ഒരു പെണ്ണിന്റെ തലവട്ടം കാണുമ്പോൾ തന്നെ ദാ ഈ ഐഡിയിലേക്ക് ഓൾറെഡി ഹായ് നൈസ് വോയിസ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഓൾറെഡി പോയിട്ടുണ്ടാവും. ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറയണ്ട. ഇവിടെ അങ്ങനെയാണ്, ഇവിടുത്തെ അവന്മാർ അങ്ങനെയാണ്. ഒരു 9763 പേരുണ്ട്. എനിക്ക് കൃത്യം കണക്കറിയാം. 9763 പേരാണ്. അവന്മാർ അത്രയും പേരും അവിടെ എത്തി ഓൾറെഡി. അവിടെ എത്തിക്കഴിഞ്ഞ് അവിടെ ഓൾറെഡി എത്തി. അതിന് ഞാനിനി അധികം ഒന്നും പറയണ്ട ഇവിടെ നിന്ന്. മനസ്സിലായ? അല്ല, കുട്ടി നല്ല വോയിസ്. ഐശ്വര്യ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഐശ്വര്യ നല്ല വോയിസ്, നല്ല 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 പാട്ടാണ്. കിടിലല്ലേ? നല്ല വോയിസ്, കിടിലൻ, നന്നായിട്ട് പാടുന്നുണ്ട്, അടിപൊളി പാടുന്നുണ്ട്. ഫ്രീ വൈഫൈ, യൂസർ നെയിം അമേസിംഗ് ഓട്ടോ 5G, പാസ്വേഡ് ഫ്രീ ഫോർ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നേഴ്സസ്, സാനിറ്റൈസിംഗ് വർക്കേഴ്സ്. ആമസോൺ എക്കോ. എടാ ഡിസ്പോസൽ ഫ്രീ ഐപാഡ് ബ്രൗസിംഗ് ഫോർ കസ്റ്റമേഴ്സ്. ഇത് എവിടുത്തെ ഓട്ടാണ്? തമിഴ്നാട്. ഫുഡ് മര്യാദക്ക് എന്നെ മോഡാക്കിക്കോ. ഹൈഡ് ആക്കാം, വെയിറ്റ്. ചെറിയ വ്യത്യാസമുള്ളൂ വാക്കുകൾ തമ്മില്. ഹൈഡ് ആക്കാം, വെയിറ്റ്. ചാനലിൽ നിന്ന് ഹൈഡ് ആക്കാം. ഒരു മിനിറ്റ്. ഇതെങ്ങനെയായിരുന്നു? റൈറ്റ് ക്ലിക്ക് ഇപ്പൊ തന്നെ ആക്കാം. ആക്കിയിട്ടുണ്ടേ, ഹൈഡ് ആക്കിയിട്ടുണ്ട് ചാനലിൽ നിന്ന്. വേറെ അക്കൗണ്ടിൽ ഫുഡിനെ. അണ്ണാ, എന്റെ അനിയന്റെ പുതിയ സോങ് ആണ്. ഫുൾ സ്പോട്ടിഫൈയിലുണ്ട്. ഇഷ്ടപ്പെട്ട അർജുനെ, നിന്നോട് ഞാൻ 4ാമത്തെ വട്ടാണേ പറയുന്നേ. ഇനി കണ്ടാ ഞാൻ അടിക്കുവേ. സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. 4 ആള് കൂടുന്നൊരു സ്ഥലം കിട്ടിയാൽ BMW അതിന്റെ തനി നിറം പുറത്തെടുക്കൽ പതിവാണ്. ഇതിപ്പോ ഡൽഹിയിൽ വെച്ച് നടന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോ 2025-ലാണ്. മറ്റ് കമ്പനികളെല്ലാം അവരുടെ വരാനിരിക്കുന്ന വണ്ടികളെയും കോൺസെപ്റ്റ് മോഡലുകളെയും ഒരു ഭാഗത്ത് നിർത്തി സ്വസ്ഥമായി പരിചയപ്പെടുത്തുമ്പോൾ BMW നേരെ തിരിച്ചാണ് ചെയ്തത്.
നിങ്ങൾ പുതിയ വണ്ടികളെ പരിചയപ്പെടുത്തൂ, ഞങ്ങൾ ഉള്ള വണ്ടിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഇതാണെന്ന് തോന്നുന്നു BMW മൈൻഡിൽ. BMW M4ഉം M2ഉം ഏറ്റവും പുതിയ M5ഉമാണ് ഡ്രിഫ്റ്റിനായി ഇറക്കിയത്. മെർസിഡീസിന്റെ ഇലക്ട്രിക് ജി വാഗൺ തൽക്കാലം ടാങ്ക് ടേൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഷോ കഴിയുമ്പം കേരളത്തിൽ വരും. ഡൽഹിയിൽ സ്ലൈറ്റ്ലി ഡോക്ടർ യൂസ് ചെയ്ത വണ്ടി വിൽപ്പനയ്ക്ക്. അത് ഞാൻ എന്നെ പോലെ ആരെങ്കിലും പോയി മേടിക്കും. വർക്ക്ഷോപ്പുകൾ കയറി ഇറങ്ങും. കേസ് വാദിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ ഉത്സവങ്ങളൊക്കെ ഉണ്ട് ഈ BMW. ഞാനിപ്പോ അനുഭവിക്കണമല്ലേ. എന്റെ അടുത്ത് എടുത്ത് പറഞ്ഞ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്. പുള്ളി ആകെ 5 വട്ടം ആശുപത്രി പോയിട്ടുള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഗീവ് അവേ ഡിലീറ്റ് ആക്കി, ഇൻസ്റ്റ വരെ ഡിലീറ്റ് ആക്കി എന്ന് അറിഞ്ഞത്. എന്താ നിഞ്ച ഇൻസ്റ്റന്റ് ഗിവ് അവേ ഉണ്ട്, ഒന്ന് സപ്പോർട്ട് ആക്കുമോ? കുറച്ച് റൂൾസ് ഉള്ളു. ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യണം, അവന്റെ BGMI സ്റ്റോറിൽ ജോയിൻ ചെയ്യണം, പിന്നെ അവന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്റെ ഒരു കമന്റ് ഇടണം. 3 കമന്റ് ഇടണം, 3 ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യണം. കഴിഞ്ഞോ തന്നെ ഡിമാൻഡ്സ്? ഇല്ല സാർ, ഇനിയുണ്ടോ? പിന്നെ ആധാർ കാർഡ് അയച്ചു കൊടുക്കണം, പിന്നെ പാൻ കാർഡ് അയച്ചു കൊടുക്കണം, പിന്നെ ഷർട്ടിയുടെ കളർ അയച്ചു കൊടുക്കണം. എന്നൊക്കെ ചെയ്യണോടാ നിന്റെ വീട്ടിൽ വന്ന് നീ ജോലി കൂടെ ചെയ്ത് തരണം കുണ്ണെ, ഒരു അക്കൗണ്ടിന് വേണ്ടി. അവന്റെ കുണ്ണ ഗീവവേ എന്നാടാ റൂള് മൈര ഇത്? അയ്യോ റീല്. ഓ ഇപ്പൊ ഇൻസ്റ്റാ എന്ന് പറഞ്ഞ ഈ പാട്ടേ ഉള്ളു. ആടാട് ആടാട്. This Kanima kids don't know the vibe of this banger. ഇത് ചാനലിൽ കൊണ്ടുപോയാ അളിയാ ഇത് ഞാൻ പറയട്ടെ. എടാ ഇങ്ങനെ ഇടുമ്പോഴാണ് ഈ പിള്ളേര് ട്രിഗർ ആവണേ ഇപ്പോഴത്തെ. അവരുടെ പാട്ടിനങ്ങ് വിട്ടാ പോരെ, നമുക്കിതൊക്കെ. അതാണ് പ്രശ്നം. അത് കഴിയുമ്പോ അവന്മാര് പറയും നിങ്ങൾക്ക് മറ്റേ തന്തോയ വല്ലടാന്ന് പറഞ്ഞാൽ അവന്മാര് തിരിച്ച് റിപ്ലൈ പറയും. അവന്മാരുടെ പാട്ട് കേൾക്കട്ടെ, നമുക്ക് നമ്മുടെ പാട്ട് കേൾക്കാം. നമുക്കറിയാം കിടലുവാണെന്ന്. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അതന്നെ ചെയ്യണം. അതാണ് പ്രശ്നം. പക്ഷെ കണ്ണിയും എന്ത് കിടിലം പാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ. സീരിയസ് ആയിട്ട്. ആത്തി സന്തനക്കട്ട അതെന്ത് സാധനല്ലേ? കൊണ്ടുപോകണോ? എവിടെ കൊണ്ടുപോകുന്നു? കോപ്പിറൈറ്റാ? എത്ര എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ കോപ്പിറൈറ്റ്. സീരീസ് ചാനല് കൊണ്ടുപോയോ? അയ്യോ. നമ്മൾ തമ്മിൽ എത്ര സിനിമ അഭിനയിച്ചിട്ടുണ്ടാവും ശോഭന? 65 പടവോ? 65 കുറച്ച് കൂടുതലല്ലേ? 55 സിനിമകൾ. വീണ്ടും സിനിമയിൽ അഭിനയിക്കാൻ മനസ്സിലാവില്ലേ? അത് പറഞ്ഞപ്പോ കേട്ടാ, ഞാൻ മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി പടം ഇന്നലെ ഇരുന്ന് കണ്ടു കേട്ടാ. അതിന്റെ ശരിക്കും പറഞ്ഞ ആ പടത്തിന്റെ ഒരു ഇൻട്രോ നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ആ പടത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇൻട്രോ ഉണ്ട് ദിലീപിന്റെ കുറെ മറ്റേ തേരിറങ്ങും മുകിലേ. ആ പാട്ടിന്റെ ട്യൂൺ ഇട്ടിട്ട്
ദിലീപ് ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഇങ്ങനെ കാണിക്കണം. അയ്യോ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ എനിക്ക് വിഷമം വന്നു കേട്ടാ. ശരിക്കും പുള്ളി ഫിലിം വൈസ് പുള്ളി ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് ലൈക്ക് ഇങ്ങനത്തെ ഇതിലല്ല നിക്കണ്ടേ ഇപ്പൊ. സത്യം പറഞ്ഞ എനിക്കത് കണ്ടപ്പോ ഭയങ്കര വിഷമം വന്നതുപോലെ ഇവിടെ മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി തുടക്കത്തെ ആ ഇൻട്രോ അത് ഭയങ്കര ഒരു ഫീൽ ഗുഡ് സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ട്. അത് കണ്ടപ്പോ കണ്ടിട്ടില്ലാത്തൊരു കണ്ടു നോക്ക് ഗൈസ്. ജസ്റ്റിസ് ഫോർ പുഡിനോപ്പി. നിനക്കും തരുമോ ടൈം ഔട്ട്? നിനക്കും തരുമോ ടൈം ഔട്ട്? ആ കൊണ്ടുപോവേ. ആ ചേട്ടാ എന്റെ ഫ്രണ്ട് വരച്ചതാണ് ലെജൻഡ്സ് ഇൻ എ ഫ്രെയിം. ഗബ്രി അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. നൈസ് ആണ്. കൊള്ളാം കൊള്ളാം. അണ്ണ എന്റെ അനിയന്റെ പുതിയ സ്പോട്ടിഫൈയിൽ ഇഷ്ടപ്പെട്ട പ്ലീസ് 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 അളിയാ മൈക്കിനടിക്കും നിന്നെ. ഇനി ഒരു വട്ടം ഇത് പോസ്റ്റ് ചെയ്താ പാട്ടായോണ്ടാ നിന്നെ മൈക്കിനടിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു വേറെന്താ തിങ്ക് ഇതിനൊരു അവസാനം ഇല്ലടാ അവന്റെ. അളിയാ മടുത്ത്. മനുഷ്യന് സമാധാനം ഇല്ല. എന്തൊരു കഷ്ടം എന്ന് പറയണേ. അതേ എനിക്കാണ് 10 ദിവസം തന്നെ ഫസ്റ്റ് ഹാഫ് ഈസ് ഫൈൻ ബട്ട് കാണാതിരുന്നിട്ടും ഒന്നും തോന്നാത്തത്. That means there's something wrong. ഞാനൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്റെ കാമുകിയോട് തനിച്ച് സംസാരിക്കാൻ എന്നെ പെർമിഷൻ ആണ്? അത് കൊള്ളാം. നമുക്ക് വേറെ ആരെങ്കിലും ഇതൊക്കെ നിന്നോട് സംസാരിക്കാനുള്ള പുതിയ എക്സ്ക്യൂസാ. ഇത് ഡാൻസ് പ്രാക്ടീസാ, കേറാൻ പറ്റില്ല. ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി നടക്കാതെ ഒന്ന് അനങ്ങി നടക്കും ഇതിനെ. ഹലോ, ഈ ബോർഡും തുടക്കണമല്ലോ. അതോ നിനക്ക് കയ്യില്ല? ഇത് പടം കാണുന്നവർക്ക് മാത്രമേ കണ്ടവർക്ക് വിളിക്കുന്ന സമ്പ്രദായം ചോദിച്ചു വാങ്ങുന്നവരെ ബഹുമാനിക്ക് ഇച്ചിരി പാടാം. നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബഹുമാനിക്കണം. ഇത് പടം മൊത്തം പ്ലേ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ. രഞ്ജിത്ത് ബേബി നിർത്തിപ്പോകുന്നേന്ന് ഒന്നും പറയാനേ പാടില്ല. രജനി എന്നല്ലേ ഇവര്, രജനി പി വി. അതെന്തൊരു വർത്താനം. നീ പറയാൻ നിർത്താൻ. എഫക്റ്റീവ് GTX 1650. ഇത് കഫേ ആണത്. ഏത് ഗെയിം? ആ മൈൻക്രാഫ്റ്റ് ആണോ കളിക്കുന്നത്? എന്ത് മൈൻക്രാഫ്റ്റ്? എല്ലാരും മൈൻക്രാഫ്റ്റ് കളിക്കുന്നു. കഫേ ആണോ? കഫേ ആണ് ഇത്. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്നു എനിക്കൊരു ചെല്ലപ്പേര്. റോബ്ലോക്സ് ആണ് കളിക്കണെന്ന്. അത് റോബ്ലോക്സ് ആണെന്ന്. റോബ്ലോക്സ് മൈൻക്രാഫ്റ്റ് അല്ല. അംഗനവാടി. റോബ്ലോക്സ് ആണ് കളിക്കുന്നത്. റോബ്ലോക്സ്. ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഉണ്ടായിരുന്നു എനിക്കൊരു ചെല്ലപ്പേര്. ബാസ്റ്റർ, തന്തയില്ലാത്തവൻ. നിനക്ക് എന്താ അഭിപ്രായം പറയാനല്ലേ? അയ്യോ
ഇത് പുള്ളിയുടെ കമ്പാക്ക് ആയിരുന്നാ മതി. ഇറ്റ്സ് ജസ്റ്റ് എ പ്രാങ്ക്. എന്താ ഇവിടെ ഒരു സൂപ്പർ ചാറ്റ് വന്നു? എന്തായിരുന്നു എന്റെ പുട്ടിന്റെ എന്തോ കാര്യം പറഞ്ഞിട്ടാണല്ലോ വന്നെങ്കിൽ നോക്കട്ടെ. ഓ XYZ മൊബൈൽ ഡീറ്റെയിലിംഗ് ചാറ്റിൽ എന്റെ പിള്ളേര് ഇളകുന്നുണ്ട്, വെറുതെ സീനാക്കല്ലേ, മര്യാദക്ക് അൺഹൈഡ് ആക്കിക്കോ, ഹെഡ് മോഡ് തന്നോ. XYZ മൊബൈൽ ഡീറ്റെയിലിംഗ് ഗൈസ്, അത് അവന്റെ പുതിയ സ്ഥാപനമാണ്. അത് ഒരു 200 രൂപയ്ക്ക് പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. അതായിരുന്നു അതിനുള്ള നാടകമായിരുന്നു ഇവിടെ ഗൈസ്. അതൊക്കെ വിട അതെല്ലാം പോട്ടെ. നമ്മുടെ സുഹൃത്ത് ഒരാളാണ്, വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. അവൻ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയതാണ്. നിങ്ങൾക്ക് കാറൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഫുഡിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇതിലേക്ക് ഭയങ്കര കിടലായിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് വാഷ് ചെയ്ത് തരും. ഞാൻ എൻ്റെ ഒരു വണ്ടി അവന് പേഴ്സണലി കൊടുത്തായിരുന്നു. അതിൽ ഫുള്ള് ഇവൻ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് സ്ക്രാച്ച് ആയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ അത് രണ്ടാമത് ശരിയാക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. നല്ല ഊമ്പിയ വാഷിംഗ് സർവീസാണ്, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് നമ്മുടെ സുഹൃത്തും കൂടെ ആയതുകൊണ്ട് അവൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം അല്ലേ, അതങ്ങനെ അതിനെപ്പറ്റി അങ്ങനെ നെഗറ്റീവ് പൊതുവായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, കൊള്ളാം. ഓക്കെ ഉടനെ. ഓക്കെ, താങ്ക് യു. ഇല്ല, ടെസ്റ്റിന് വേണ്ടിയിട്ട് പപ്പാടെ ഇതാണ് വണ്ടി കൊടുത്തത്. POV, if you come to Japan for travel. എന്തൊക്കെ വണ്ടികളാണ് അവിടൊക്കെ, എന്ത് വേണം ചെയ്യാൻ. പിന്നെ എന്താണ് ചെയ്യാൻ കാരണേ ജപ്പാനിലോട്ട് ഇല്ല ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്, ലൈവ് ആണെന്നവർ ജപ്പാനിലുണ്ട്. നമ്മുടെ ഫുൾ ബോഡി പോലെ ഇനി റോബോട്ട്സും വന്നു തുടങ്ങും. ഈ കാണുന്നതാണ് ക്ലോൺ റോബോട്ടിക്സ് പറഞ്ഞ കമ്പനി ഇറക്കിയ പ്രോട്ടോ ക്ലോൺ. നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ മസിൽസും ബോൺസും എല്ലാം അടങ്ങുന്ന ഒരു റോബോട്ട്. ഇതില് 200+ ബോൺസ്. ഇവിടെ ചാറ്റിൽ 9732 പേര് പറയണത് റോബോട്ട് ഇല്ല, മനുഷ്യനെ പോലുള്ള റോബോട്ടുകൾ ഇല്ലാഞ്ഞിട്ട് തന്നെ ഇവിടെ പെണ്ണ് കിട്ടുന്നില്ല. ഇതും കൂടെ വന്ന ഈ 9362 പേരുടെ കാര്യം ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എടാ നിങ്ങൾ സങ്കടപ്പെടാതിരിക്കണേ, ശരിയാവേ. കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ലിഗ്മെന്റ്സും കണക്റ്റീവ് ടിഷ്യൂസും കൊടുത്തിട്ടുണ്ട്. എല്ലുകൾ മാത്രം പോരാലോ, മസിലും വേണമല്ലോ. അതുകൊണ്ട് തന്നെ 1000 മയോ ഫൈബേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് സിന്തറ്റിക് മസിൽ ഫൈബർ ആണ്. ബോണും മസിലും കിട്ടിക്കഴിഞ്ഞു. ഇതിന് കൂടുതൽ സ്ട്രെങ്ത്തും പ്രഷർ കൺട്രോളിനും വേണ്ടിയിട്ട് ഇവിടെ ഹൈഡ്രോളിക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഹാർട്ട് പമ്പ് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോ ഓടുന്നുണ്ടല്ലോ, അതേപോലെ ഇവിടെ ഒരു പമ്പ് കൊടുത്തിട്ട് വാട്ടർ ആണ് അതിന്റെ മസിൽസിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ആ റോബോട്ടിന് നമ്മളെ ഹ്യൂമൻസിനെ പോലെ തന്നെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള മസിൽ കൺട്രോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ പോലെ അതിന് 500 സെൻസേഴ്സ് അതിന് നെർവ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കാണാനും റിയാക്ട് ചെയ്യാനും സെൻസ് ചെയ്യാനും എല്ലാം പറ്റും. ഇപ്പൊ ഇതൊരു പ്രോട്ടോടൈപ്പ് ആണ്. നമ്മൾക്ക് കാണുമ്പോൾ ഒരു അസ്ഥികൂടം നടന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടാകും. പക്ഷെ വെസ്റ്റ് വേൾഡ് സീരീസ് കണ്ടവർക്ക് അറിയാം അടുത്തത് എന്ത് വരുമെന്ന്. അപ്പൊ ആ സീരീസ് കണ്ടിട്ടുള്ള ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിനെ കുറിച്ച് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ. ഇതിന്റെ പെണ്ണുണ്ടോന്ന് ഞാൻ നിന്നേക്കാ പറയുന്ന കേട്ടോ. പെണ്ണെന്ന് പറഞ്ഞൊരു ഇത് ഇരുന്നാ മതി, ഒട്ടല്ലേ പോ. എന്ത് പെണ്ണെന്നൊരു വാക്ക് കേട്ടാ തെളിയാ, ഒരു ഇത് കേട്ടാ മതി ഉണ്ട് കാതില്. ഓ എവിടെ 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 എവിടെ. എടാ നീ അവളെ കെട്ടിച്ചു തരത്തില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ ദുബായി പോയി ജോലി ചെയ്യുന്നേ? അല്ലേ? എന്ത് മ്യൂട്ട് ചെയ്തോ? വാടഞ്ഞോ? അവനെ നമ്മളെ ഉപദേശിക്കണേ, നമ്മളെ അതെ ജോലിയൊക്കെ വേണ്ടേ കേട്ടാ. അതാണ്. അപ്പൊ പിന്നെ മിണ്ടാരി. അപ്പൊ പിന്നെ നീ സ്ട്രീമിങ് നിർത്തി നീ എന്തിനാണ് മണലാരെങ്കിലും കിടന്ന് പോയി മറ്റേ അറബിയുടെ അടി മേടിക്കണേ? അവനെ റോളാക്കണേ. നിന്നോട് പറഞ്ഞ കഥ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ഇന്നത്തെ ഡിസ്കോ ട്രോൾസ് അങ്ങോട്ട് നിർത്തുവാണ്. നിന്നോട് പറഞ്ഞ കഥ പേർഷ്യൻ സാമ്രാജ്യത്തിലെ സുൽത്താൻ ഇത് ആരുടെ വണ്ടിയാണ്? ഇത് കേരളത്തിലെ വണ്ടിയാണോ? ഇത് ഒറിജിനൽ ആണോ? ഇത് കള്ളാം അല്ല, ഇത് ഒറിജിനൽ ആണോ അതോ ബ്ലെൻഡറോ? നിന്നോട് പറഞ്ഞ കഥ. ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത് ഒറിജിനൽ. ഏതിന്റെ അകത്ത് വെച്ചിരിക്കണേ? ഇതാണ് ഇതിന്റെ മറ്റേ ഇതിന്റെ അകത്ത്.
പേർഷ്യൻ സാമ്രാജ്യത്തിലെ എടാ ഇത് ബ്ലെൻഡർ ആണോ സുൽത്താൻ പുറത്തിറക്കിയത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ബ്ലെൻഡറാടാ, ഇത് ബ്ലെൻഡറാ. ഒറിജിനലാണോ? ഒറിജിനലാണ് വണ്ടി. ഇത് 3D എന്തോ ചെയ്തേക്കുവാന്ന് തോന്നുടാ. ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നു. ഒറിജിനലാണ്, ഗ്രേഡ് ചെയ്തതാ. ഈ വണ്ടി ആരുടെ? ഇത് എവിടെയുള്ള വണ്ടി ചെയ്തപ്പോ? ഇത് കേരള രജിസ്റ്റേർഡ് വണ്ടിയാ. അതിന്റെ ID ടൈപ്പ് നോക്കിട്ട് പറയാം. പോടാ, ഇത് കേരള വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് നോക്കളിയാ ഉണ്ടോ നോക്ക്. ഞാനിപ്പോ പറഞ്ഞുതരാം ആടെയാണ്. നോക്കിട്ട് പറ, നോക്കിട്ട് പറ. ഇത് RC ടോർക്ക്. കേറി നോക്കട്ടെ. RC വാൻ ഹെൽസി ഡിസൈൻ ചെയ്തതാ. വാനൽസി ആണോ ചെയ്തേക്കുന്നേ? ആ അമ്പോ, അതെ അതെ, കൊള്ളാടാ കേട്ടോ, കിടിലം. എടാ എന്റെ ഹർലിൻ ബൈക്ക് ആദ്യം ചെയ്തത്, ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് അവനാ, വാനൽസി. വിഷയം കേട്ടാ, നല്ല രസമുണ്ട്, നല്ല വണ്ടി, കൊള്ളാം കൊള്ളാം കൊള്ളാം. സോ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഡിസ്കോ ട്രോൾ റിയാക്ഷൻ, ഇത്രേ ഉള്ളൂ. അപ്പൊ